ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഗോതമ്പ് മണിയുടെ ഉപമയൊക്കെ പറയുന്ന ഒരു രംഗമാണ്. ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാർക്ക് ഉദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2 തവണയായിട്ട് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വചനഭാഗങ്ങൾ നമ്മൾ വായിച്ചു. അതിൽ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഈ ശിഷ്യന്മാരോട് പറയുന്ന ആദ്യത്തെ വചനം ഇതാണ്: നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈശോയുടെ മരണത്തിന് ശേഷം ശിഷ്യന്മാരിങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ്. കാരണം തങ്ങളുടെ കൂടെ ഇത്ര നാൾ ഉണ്ടായിരുന്ന ഗുരു തങ്ങളെ വിട്ടുപോയിരിക്കുന്നു, അവൻ മരണത്തിൽ നിന്നും ഉയർത്തി എഴുന്നേറ്റു എന്ന് കുറച്ച് സ്ത്രീകൾ പറഞ്ഞു, തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു 1-2 പേര് കൂടി പറഞ്ഞു. പക്ഷെ ഇവരാരും ഇതുവരെ ഉയർത്തി എഴുന്നേറ്റ് ഈശോയെ കണ്ടിട്ടില്ല, ഡയറക്റ്റായിട്ട് കണ്ടിട്ടില്ല. അവരിങ്ങനെ ആകെ കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരു സമയത്താണ് ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈശോ പ്രത്യക്ഷപ്പെട്ടോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഈശോ പറയുന്ന ആദ്യത്തെ വചനം ഇതാണ്: നിങ്ങൾക്ക് സമാധാനം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് 3 തവണയെങ്കിലും നമ്മൾ ഈ വചനം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത്. ലിയോ 14 മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനങ്ങൾക്കുള്ള ആശീർവാദത്തിനായിട്ട് ആദ്യമായിട്ട് ആ ബാൽക്കണിയിൽ വന്നപ്പോൾ പറഞ്ഞ ആദ്യത്തെ വചനം ഇതായിരുന്നു: നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമാധാനം ആശംസിക്കുന്നവർ കുറച്ചുണ്ടാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നവര് കുറച്ച് പേര് ഉണ്ടാകണമെന്ന് ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ഈശോയുടെ ഈ സമാധാന ആശംസ നമുക്കൊന്ന് ഏറ്റെടുക്കാം. നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈശോയുടെ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.